നമസ്കാരം. യു.ഡി.എഫിന്റെ മുന്നണി വിപുലീകരണം പാളി. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ യു.ഡി.എഫ് അസോസിയേറ്റ് ആകാൻ താൽപ്പര്യമില്ലെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് അറിയിച്ചു. താൻ യു.ഡി.എഫിലേക്ക് ഇല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. താൻ യു.ഡി.എഫിൽ ചേരാൻ ആർക്കും അപേക്ഷ നൽകിയിട്ടില്ലെന്നും നേതാക്കളുമായി സംസാരിച്ചു എന്നത് വസ്തുതയാണെന്നും ചന്ദ്രശേഖർ പറഞ്ഞു. താൻ രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾക്കോ ലാഭത്തിനോ വേണ്ടി വിലപേശുന്ന ആളല്ലെന്നും കഴിഞ്ഞ 10-11 വർഷമായി എൻ.ഡി.എക്കൊപ്പമുണ്ടെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖർ അറിയിച്ചു. തനിക്ക് RSS പശ്ചാത്തലമാണ് ഉള്ളത്. താൻ കുട്ടിക്കാലം മുതൽ ഒരു സ്വയം സേവകൻ ആണെന്നും തന്നെ വളർത്തിയത് ആ പ്രസ്ഥാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ മാനസികമായി താൻ ആ നിലപാടുകൾക്കൊപ്പമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. നിലവിൽ VSDP BJPയുമായി അകലം പാലിച്ചു നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 3000-ഓളം പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. അത് ഇതുവരെ മാറ്റിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ വോട്ട് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു യോഗം വിളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖർ വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും കേരള കാമരാജ് കോൺഗ്രസും NDAയുടെ ഘടകകക്ഷികളാണ്. ഇവർ NDA വിട്ട് യു.ഡി.എഫിൽ ചേരാൻ രേഖാമൂലം താൽപ്പര്യം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നണി ഈ തീരുമാനത്തിൽ എത്തിയതെന്ന് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുന്നണി വിപുലീകരിക്കാൻ നീക്കവുമായി യു.ഡി.എഫ്. ഇതിന്റെ ഭാഗമായി PV അൻവറും CK ജാനുവും യു.ഡി.എഫിലെത്തും. അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ്, CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭ, വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേരള കാമരാജ് കോൺഗ്രസ് എന്നീ പാർട്ടികൾക്കാണ് അസോസിയേറ്റഡ് അംഗത്വം നൽകുക എന്നായിരുന്നു പ്രഖ്യാപനം. ഈ പ്രഖ്യാപനമാണ് പാളിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫുമായി സഹകരിച്ചവരെയാണ് അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ തീരുമാനമായത്. ഇതായിരുന്നു VD സതീശന്റെ വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി യു.ഡി.എഫിന്റെ അടിത്തറ വിപുലീകരിക്കുക എന്ന ഉദ്ദേശത്തിൽ കൂടിയാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും സഹകരിക്കുന്ന നിലപാടായിരുന്നു PV അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാൽ രാഷ്ട്രീയമായി അത് അൻവറിന് നേട്ടമായിരുന്നില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നണി ശക്തമാക്കുന്നതിനുള്ള നിർണായക തീരുമാനം. ജോസ് കെ മാണി വിഭാഗത്തെ കൂടി അസോസിയേറ്റഡ് മെമ്പർഷിപ്പിലേക്കോ മുന്നണിയിലേക്കോ പരിഗണിക്കാമെന്നുള്ള കാര്യം ചർച്ച ചെയ്തെങ്കിലും PJ ജോസഫ് അടക്കമുള്ളവർ ആ അജണ്ടയെ തന്നെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. അതേസമയം BJP ഭരണം ഇല്ലാതാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFുമായി സഹകരിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനത്തെ യു.ഡി.എഫ്. യോഗം പിന്തുണ അറിയിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ ഇന്ത്യാ സഖ്യം ഉണ്ടെന്ന പ്രചരണത്തിന് അത് ഊന്നൽ നൽകുമെന്നും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നായിരുന്നു VD സതീശന്റെ അഭിപ്രായം. ഫെബ്രുവരിയിൽ യു.ഡി.എഫ്. യാത്ര നടത്തും. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള യാത്ര ഭരണവിരുദ്ധ വികാരം ഉയർത്തുന്നതാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിലെ പ്രതീക്ഷകൾ മുന്നോട്ടു പോകാനാണ് യു.ഡി.എഫിന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിലെ പ്രതീക്ഷയിൽ മുന്നോട്ടു പോകാനാണ് യു.ഡി.എഫിന്റെ തീരുമാനം. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് യു.ഡി.എഫ്. തീരുമാനം. SIRുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും. ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക ആവശ്യപ്പെടുകയും ചെയ്യും.